ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് അനിയുടെയും അവന്തികയുടെയും വിവാഹം നടത്തണം. അടുത്ത ആഴ്ച തന്നെ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം നടക്കണം എന്നുള്ള കാര്യം. അങ്ങനെ അനി പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും വരില്ല എന്ന് തന്നെ അനി പറയുകയാണെങ്കിലും മുത്തശ്ശൻ നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ കണ്ടിരിക്കണം എന്ന് പറയണം. അതുകൊണ്ട് തന്നെ അനിക്ക് എത്താതിരിക്കാൻ പറ്റുന്നുമില്ല കേട്ടോ. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. മുത്തശ്ശൻ ഇതൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിൽ വേറെ ചില ഐഡിയയൊക്കെ ഉണ്ട്. വേറെ ചില കാര്യങ്ങളൊക്കെ ലക്ഷ്യമാക്കിയാണ് മുത്തശ്ശൻ ഈ വിവാഹം നിർബന്ധിക്കുന്നത്. അല്ലാതെ മുത്തശ്ശൻ വേറെ ഒരു പൊട്ടനായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ആ ഒരു കാര്യം വിവാഹ നിശ്ചയ സമയത്ത് തെളിയുകയും ചെയ്യാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി പറയുന്നുണ്ട് ഞാൻ വിവാഹ നിശ്ചയത്തിന് എത്തില്ല, ഈ വിവാഹം നടക്കില്ല, എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. നീ ഈ വീട്ടിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശൻ പറയാണ്. അനി അല്പം നീരസത്തോടു കൂടിയൊക്കെയാണ് അവിടുന്ന് പോകുന്നതെങ്കിലും എല്ലാവരും അനിയെ പിന്താങ്ങുന്നൊന്നുമില്ല. എല്ലാവരും അനിയെ കുറ്റപ്പെടുത്തി തന്നെ പറയാണ്. അപ്പം ജാനകിയും പറയുന്നുണ്ട് അനിയുടെ മനസ്സിൽ ആ നന്ദു അവളാ, അതുകൊണ്ടാ ആദർശം നയനിയും ഒക്കെ ഉപദേശിച്ചിട്ട് പോലും അനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല നിനക്ക് നിന്റെ മോനെ ഉപദേശിക്കാൻ മേലെ ആദർശനെ നയനിയൊക്കെ എന്തിനാ ഏൽപ്പിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് പുറത്തായവരെ പിന്നെ ആ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് പിന്നെ നീ എന്തിനാ അവരെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുക. അങ്ങനെ മുത്തശ്ശൻ ഇപ്പോഴും പറയുന്നുണ്ട് ആദർശം നയനിയൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്തായവരാണ്, അതുകൊണ്ട് തന്നെ അവരെ ഈ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുക. അങ്ങനെ അനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് അനി ഇറങ്ങി പോവാണ്. അനി നേരെ പോയി നന്ദുവിനെ കാണുക. അപ്പം നന്ദു ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. കനക ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന്തികയുടെയും അനിയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും നീ അതിനൊരു തടസ്സമാകരുതെന്നും ഒക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട് ഞാനതൊരു തടസ്സം ആവില്ല, അമ്മ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പം അനിക്ക് അവന്തികയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അത് അവൻ എന്നോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവന് താല്പര്യം ഉണ്ടായി അവൻ ആ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിന് എനിക്ക് സന്തോഷമുള്ളൂ, അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് നമ്മുടെ നന്ദുവും പറയുകയാണ്. പക്ഷെ നന്ദുവിൻ്റെ മനസ്സ് നീറുകയാണ് കേട്ടോ. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം എന്തായാലും നടക്കുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നന്ദുവിന് അങ്ങ് സഹിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനി കാണാനായിട്ട് വരുന്നത്. അനി നന്ദുവും കൂടെ കാണുമ്പം അനി നന്ദുവിനോട് പറയാം നന്ദു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാ, നീ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇതിന് എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുക എന്താ അനി എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് ഇതിന് എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് നിനക്കറിയോ അടുത്ത ആഴ്ച എൻ്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുക. എനിക്ക് എതിർക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ അവിടെ എതിർത്തു, പക്ഷേ ആരും എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മുത്തശ്ശൻ നിർബന്ധം പറഞ്ഞിരിക്കുക വിവാഹ നിശ്ചയത്തിന് ഞാൻ എത്തണം എന്നുള്ള കാര്യം. മുത്തശ്ശനെ എതിർക്കാനോട്ട് പറ്റോ ഇല്ല. അങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ അവളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്ന അവന്തികയെക്കാളും കഷ്ടമായിരിക്കും. അതുമല്ല നിന്നെ അല്ലാതെ മറ്റാരുടെയും കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല നന്ദു, നീ അത് മനസ്സിലാക്കെന്ന് പറയാ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ പറയുന്നത്? എൻ്റെ വീട്ടിലും അമ്മ ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞത് നീ ഒരു തടസ്സമായിട്ട് നിൽക്കരുത്, അവൻ്റെ മനസ്സിലെങ്ങാനും നീ ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവന്തികയെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയിപ്പം ആ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു എന്ന് പറയാം. അപ്പം അനി ചോദിക്കുന്നുണ്ട് ഓഹോ നീ അപ്പം നൈസായിട്ട് കൈ ഒഴിഞ്ഞു, ഞാനും അവന്തികയും കൂടെയുള്ള വിവാഹം നടക്കുന്നതിൽ നിനക്ക് സന്തോഷമുള്ളൂ അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നീ എന്നെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ കൂടെ ഒളിച്ചോടി പോരാൻ പറ്റുന്ന ഒരവസ്ഥയാണോ എനിക്കെന്ന് ചോദിക്കുക. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് പറ്റുന്നില്ല? നിനക്ക് എൻ്റെ ഒപ്പം വരാൻ മേലേ, നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരല്ലേ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട് അത് നിൻ്റെ ഡിവോഴ്സ് അനാമികയുമായിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഒളിച്ചോടി വന്ന് നിയമപരമായിട്ട് വിവാഹം കഴിക്കാനാ? ഞാനൊരു നിയമപാലകയാണെന്നുള്ള കാര്യം കൂടി നീ മറക്കരുത്. പിന്നെ എൻ്റെ ചേച്ചിമാരുടെ അവസ്ഥയും നിനക്കറിയാമല്ലോ, അവർ അനന്തപുരിയിലെ മരുമക്കളായിട്ട് വന്നവരാ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മരുമകളായിട്ട് വരുന്നതിൽ എൻ്റെ വീട്ടുകാർക്കോ നിൻ്റെ വീട്ടുകാർക്കോ യാതൊരു താല്പര്യമില്ല. പിന്നെ അവരുടെയൊക്കെ ജീവിതം തകർത്തിട്ട് ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി വരണം എന്നാണോ പറയുന്നത്? അഥവാ ഇപ്പം വന്നാലും നിയമപരമായിട്ട് നമുക്കൊരു വിവാഹം സാധ്യമാണോ അനി എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട് നിൻ്റെ ഒരു നിയമവും ഒക്കെ എന്നിട്ടാണോ ആ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാഞ്ഞിട്ടും അവന്തികയുമായിട്ടുള്ള എൻ്റെ നിശ്ചയം അവർ നടത്തി വെക്കുന്നത്? അതൊരു കുടുക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട് എടാ നിശ്ചയമല്ലേടാ, അതെങ്ങനെയെങ്കിലും നടക്കട്ടെ, നീ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. വിവാഹം നടക്കണമെങ്കിൽ അനാമിക നിനക്ക് ഡിവോഴ്സ് തരണ്ടേ? അതിനു മുമ്പ് നടത്താനൊന്നും ആരും ശ്രമിക്കുകയില്ല.
അപ്പോൾ ഉടനെ തന്നെ അനി പറയും, ഓഹോ, അപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കാനായിട്ട് അവളുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്ത് അവൾക്ക് ആഗ്രഹവും കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കണം എന്നാണോ നീ പറയുന്നത്? വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ പകുതി വിവാഹം കഴിഞ്ഞ പോലെ തന്നെയാണ് നന്ദു. എനിക്കിതിനൊരു താല്പര്യമില്ല. എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിക്കുക. മുത്തശ്ശനെയും വീട്ടിലുള്ളവരെ എല്ലാം വെറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാൻ തോന്നുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ പൊന്നബി, ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ രണ്ടും ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ സത്യമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. നമ്മൾ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. പിന്നെയും ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ അത് നടക്കുമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് വിവാഹ നിശ്ചയമല്ലേ, അതങ്ങ് നടക്കട്ടെ. നീ അതിൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയതിന് ശേഷമല്ലേ അവർ വിവാഹത്തിന് നിർബന്ധിക്കുകയുള്ളൂ. അത് നീ മനസ്സിലാക്കാൻ പറയാം. അപ്പം അനി ആകെപ്പാടെ ദേഷ്യപ്പെടുക. നീയും എന്നെ മനസ്സിലാക്കാനൊന്നും തയ്യാറാവുന്നില്ല. എല്ലാവരും കൂടി എന്നെ ചതിക്കുക. എല്ലാവരും കൂടെ എനിക്ക് നിന്നെ ഇനി കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. ഞാൻ വിവാഹ നിശ്ചയത്തിന് അവിടെ പോയി അങ്ങോട്ട് നിന്ന് കൊടുത്തേക്കാം. ആരും എനിക്ക് സപ്പോർട്ടില്ല. എല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിച്ച ആദർശേട്ടനും നയനേച്ചിയും വരെ എന്നെ എതിർക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആരോട് എന്ത് പറയാനാ? ഇനി വരുന്ന പോലെ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് നന്ദുവിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അനി അവിടെ നിന്ന് പോവാം. നന്ദു ആണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട്, ഇനി പിണങ്ങി പോകാതെ അനി ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുക കേട്ടോ. പക്ഷേ ഇതിനൊന്നും അനി നിൽക്കുന്നില്ല. അനി അങ്ങ് പോവാണ്. അപ്പോൾ ആണ് നവീൻ അറിയുന്നത് അനിയുടെയും അവന്തികയുടെയും വിവാഹം ഉറപ്പിച്ചു എന്നപ്പോൾ ആ നവീൻ്റെ മുത്തശ്ശൻ തന്നെ വീട്ടിൽ പറയുക. അപ്പോൾ നവീൻ സന്തോഷമാവുക. നവീൻ അത് കേൾക്കുമ്പോൾ നവീൻ്റെ മുത്തശ്ശൻ നവീൻ്റെ അമ്മയോടാണേ പറയുന്നത്. അപ്പോഴേക്കും നവീൻ്റെ അമ്മ പറയുക, എന്തെങ്കിലും ആകട്ടെ, ആ അവന്തികയെ ഇവൻ ആലോചിച്ചതാ. ഇവൻ അതിനുള്ള യോഗ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനന്തപുരിയിൽ നിന്ന് തന്നെ ആ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നെങ്കിൽ എനിക്ക് യോജിച്ച ഒരു മരുമകളായിരുന്നു അവൾ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവനപ്പം വേറെ ആരാണ്ട് മനസ്സിൽ കയറി ഇരിക്കല്ലേ. അന്ന് ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇപ്പം നല്ല ഒരു ജീവിതം ഇവന് കിട്ടില്ലായിരുന്നോ? കണ്ടില്ലേ അനി ഒന്ന് വിവാഹം കഴിച്ചതാ. പിന്നെയും ഇപ്പം രണ്ടാമത്തെ വിവാഹം നടക്കാൻ പോവാണ്. എന്തായാലും അത്രയ്ക്ക് നല്ല കുട്ടിയായതുകൊണ്ടല്ലേ അനന്തപുരിയിലെ തന്നെ മരുമകളായിട്ട് അവർ ആഴ്വന്തികയെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ നവീൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അനിയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു അവന്തികയുമായിട്ട് എന്ന്. അപ്പം നവീൻ മനസ്സിലിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പം ഇതൊക്കെ എന്തിനാ പറയുന്നത്? അനി എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ വിവാഹം അവന്തികയായിട്ട് നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. എൻ്റെ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം മാത്രമേ നടക്കുള്ളൂ എന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മ പറയാം, മാത്രമേ നടക്കുകയുള്ളൂ. ഏതോ ഒരു പോലീസുകാരിയോ മറ്റോ ആണെന്നാണ് നീ പറഞ്ഞത്. എനിക്ക് പോലീസുകാരി പെൺപിള്ളേരെയും വക്കീലുമാർ പെൺപിള്ളേരെയും ഒന്നും താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. അങ്ങനെയുള്ളിടത്ത് നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൊഴിയാവോ? അത് ആരാണെന്ന് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നടത്താം, ഇല്ലെങ്കിൽ അത് നടക്കാനൊന്നും പോകുന്നില്ല നവീനെ എന്ന് പറയൂ അമ്മ. ശരി, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നവീൻ ഇറങ്ങിപ്പോവാം. നവീൻ എങ്ങനെയെങ്കിലും പോയി നന്ദൂനെ ഒന്ന് കാണണമെന്നുള്ളൊരു ചിന്തയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനി നവീനെ വിളിക്കുന്നത്. അനി വിളിച്ചിട്ട് പറയും, നവീനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നോട് സംസാരിക്കണം എന്ന് പറയാം. അല്ല, എന്താന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ അനി പറയും, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വാ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തുകയാണ്. റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിയുമ്പോഴേക്കും നവീൻ ചോദിക്കുകയല്ലേ, എന്താ ഇനി കൺഗ്രാജുലേഷൻസ്, നിൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചല്ലേ? അടുത്ത ദിവസം തന്നെ നിൻ്റെ നിശ്ചയമാണെന്ന് കേട്ടല്ലോ അവന്തികയുമായിട്ട്. ഭയങ്കരമായിട്ട് സന്തോഷമായി. നിനക്കൊരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ. അനാമികയെ പോലൊന്നും അല്ല, അവന്തിക നല്ല പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചാൽ നിൻ്റെ ജീവിതം സൂപ്പറായിരിക്കും അനി എന്ന് പറയുക. അപ്പോൾ അനി ചോദിക്കുക, എന്നിട്ട് അവന്തികയുമായിട്ട് വിവാഹാലോചന നിനക്ക് വന്നിട്ട് നീ എന്താ അവന്തികയെ വിവാഹം കഴിക്കാതിരുന്നത്? നിനക്ക് അവളെ വിവാഹം കഴിച്ച് ജീവിതം അങ്ങ് സൂപ്പറാക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുക, അത് പിന്നെ എൻ്റെ മനസ്സിൽ നന്ദുവാ ഉള്ളതെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ നീ ഇങ്ങനെ കിടന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നന്ദുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ അനി എന്ന് പറയുമ്പോൾ അനി പറയും, എൻ്റെ പൊന്ന് നവീനെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഇപ്പോൾ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം. എനിക്ക് അവന്തികയെ ഒരു ഭാര്യയായിട്ട് കാണാനൊന്നും പറ്റില്ല. ഒരു സഹോദരിയെ പോലെ ഇത്രയും നാളും കണ്ടു വന്നിട്ട് ഇപ്പോൾ ഇനി ഒരു ഭാര്യയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഈ വിവാഹം മുടക്കാൻ നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുക. നവീൻ പറയുന്നുണ്ട്, വിവാഹം മുടക്കാനോ? പോവാനി, നീ വേറെ വല്ലതും പറ. നിങ്ങളുടെ വീട്ടിൽ കയറി കളിക്കാനൊന്നും ഞാനായിട്ടില്ല, അതിനൊന്നും ഞാൻ വരികയില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അനി പറയാം, വേറൊന്നും ചെയ്യണ്ട, നീ ആ അനാമികയുമായിട്ട് സംസാരിച്ച് അവളെ കൊണ്ട് ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കിക്കണം. അവൾ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ല. കാരണം നിയമപരമായിട്ട് അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ. അവൾ ഡിവോഴ്സൊന്നും തന്നിട്ടില്ലല്ലോ. ആ ഡിവോഴ്സ് നീണ്ടു പോയാലും കുഴപ്പമില്ല എന്ന് പറയാം.
അപ്പോൾ ഉടനെ തന്നെ നവീൻ ചോദിക്കുക, ആഹാ ഡിവോഴ്സ് നീണ്ടു പോയാലും കുഴപ്പമില്ല, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ആ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടണം എന്നാണല്ലോ, എത്രയും വേഗം അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്നാണല്ലോ, എന്നിട്ടിപ്പം നീ അത് നീണ്ടു പോയാലും കുഴപ്പമില്ല, അനാമിക വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം അല്ലേ? ആയിക്കോട്ടെ, ഞാൻ അനാമികയുമായിട്ട് സംസാരിച്ച് നോക്കാം, അവൾ വന്ന് നിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണേ അതങ്ങനെ അങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് പറയാം. അതേസമയം അനി എന്നിട്ട് പോവാണ്. നവീനപ്പോൾ ആലോചിക്കുക, അനാമിക ഒന്ന് കണ്ട് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാം. അനിയുടെ മനസ്സിൽ നന്ദു ആണെന്നും നന്ദു കാരണമാണ് അനാമികയും അനിയും തമ്മിലുള്ള ജീവിതം നശിച്ചു പോയതെന്നുള്ള ചിന്ത അനാമികയുടെ മനസ്സിലുണ്ട്. നന്ദുവിനോട് നല്ല വൈരാഗ്യവും. അപ്പം പിന്നെ അവന്തികയും അനിയും കൂടെ ഉള്ള വിവാഹം നടന്നാലും കുഴപ്പമില്ല, നന്ദുവും അനിയും കൂടെ ഒന്നിക്കരുതെന്ന് മാത്രമേ അനാമിക ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അവളെ ഒന്ന് ചെന്ന് കണ്ട് പിരികേറ്റുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമാകുമെന്ന് ഈ നവീനും വിചാരിക്കാം. അങ്ങനെ നവീൻ പോയിട്ട് അനാമികയെ കാണാൻ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ, അവൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കാൻ ആനന്ദപുരിക്കാർക്ക് ആരാണ് അവകാശം കൊടുത്തത്? അവൻ ഇപ്പോഴും എൻ്റെ ഭർത്താവാണ്, പിന്നെ എങ്ങനെ അവൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുമെന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, അതൊരു എൻഗേജ്മെൻ്റ് അല്ലേ, വിവാഹമൊന്നും അല്ല, വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നുമില്ല, ഒരു ഉറപ്പീര് മാത്രമല്ലേ ഉള്ളൂ. മാത്രമല്ല നിങ്ങളുടെ കേസ് ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുകയാണ്, ഇനി അവസാന ഘട്ടത്തിലേക്ക് പോവുക. ആ ഒരു കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായ ഏത് സമയം പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ അനാമിക തയ്യാറല്ലേ എന്ന് നവീൻ ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നത്, തീർച്ചയായിട്ടും എനിക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ പേപ്പറിലൊക്കെ അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാലേ, എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്കിനിയിപ്പോൾ അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കുകയൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും UK ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന പയ്യൻ്റെ കൂടെ പോകണം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് പണമാണ്, അതാണ് എനിക്ക് കിട്ടേണ്ടതെന്ന് പറയാം. അപ്പോൾ ഉടനെ നവീൻ പറയാണ്, അതൊക്കെ ശരിയാ, പിന്നെ വേറെ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അനിയുടെ മനസ്സിൽ നന്ദു അല്ലായിരുന്നു അനാമികയെന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അതെ, നന്ദു അവൾ എൻ്റെ ശത്രുവാണ്, അവളായിരുന്നു അനിയുടെ മനസ്സിൽ, അവളുള്ളത് കൊണ്ടാണ് അനി എന്നെ ഉപേക്ഷിച്ചത്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഞങ്ങളുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയേനെ. അനിയെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നാലും ആനന്ദപുരിയിലെ മരുമകൾ എന്ന പേര് ഞാൻ അങ്ങ് ആസ്വദിച്ച് വരികയായിരുന്നു. ആ സമയത്തല്ലേ നന്ദു അവൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടും അവർ തമ്മിൽ ഇഷ്ടമായതുകൊണ്ടുമാണ് എന്നെ കരുവാക്കിയതും എൻ്റെ ജീവിതം നശിച്ചതും എന്നെ ഇത്രയൊക്കെ അനുഭവിപ്പിച്ചതും. അവൾ എന്നും എൻ്റെ ശത്രു തന്നെയാണ് എന്ന് പറയുകയാണ് അനാമിക. അപ്പം നവീൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അനിയും നന്ദു ഒന്നിക്കുന്നത് അനാമികയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാം, ഇല്ല, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല, അവർ രണ്ടും ഒന്നിച്ച് ജീവിക്കാൻ ഇടയാവരുത് എന്ന് പറയാണ്. അനി ഇപ്പോൾ വേറെ ഏത് പെണ്ണിനെ കെട്ടിയാലും നന്ദുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ ഇപ്പോൾ ഒരു അവന്തികയുമായിട്ടുള്ള വിവാഹം നടക്കട്ടെ, അനിക്ക് അവന്തികയെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അനിയുടെ മനസ്സിലെ ഇപ്പോഴും നന്ദു തന്നെയാണ്, നന്ദുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ ആ അവന്തിക അവൻ്റെ തലയിൽ കെട്ടിവെക്കും, അവരുടെ ദാമ്പത്യം എത്ര നന്നായിട്ട് പോവില്ല എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുക. അപ്പോൾ അനാമിക പറയാം, അങ്ങനെയാണെങ്കിൽ അത് നടന്നാൽ മതി, നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കാനൊന്നും പോകണ്ട, അവന്തിക അവൻ്റെ തലയിലാവണം. അവന്തിക അത്ര പാവം പെണ്ണൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവനും അവളും കൂടെ ഒന്നിച്ച് ജീവിച്ച് അവൻ അനുഭവിക്കണം, അവന് ഇഷ്ടമില്ലാത്ത അവന്തികയുടെ കൂടെ അവൻ്റെ ജീവിതം നരകിച്ച് തീരണം എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുമ്പം നവീൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഉടനെയൊന്നും ഡിവോഴ്സ് കൊടുക്കാൻ നിൽക്കണ്ട, അവരുടെ വിവാഹം നടക്കാറാവുമ്പോഴേക്കും ഡിവോഴ്സ് കൊടുക്കുക, ഡിവോഴ്സ് കൊടുത്ത് എങ്ങനെയെങ്കിലും അവരുടെ വിവാഹം നടത്തുക, നന്ദുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അതേ ഉള്ളൂ മാർഗ്ഗമെന്ന് നവീനും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ ഓക്കെ പറയാണ് കേട്ടോ, എങ്ങനെയും വിവാഹമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കൊടുക്കാമെന്ന് നന്ദു പറയാം. കാരണം അവന്തികയുമായിട്ടുള്ള നിശ്ചയം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ വിവാഹം അങ്ങ് നടന്നു കിട്ടണം, അനി ആ കുടുക്കിപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനാമികയും. നവീനാണ് എല്ലായിടത്തും കിടന്ന് കളിക്കുന്ന ഒരു ദുഷ്ടൻ്റെ റോൾ, സൈലൻറ്റ് വില്ലനാണ് കേട്ടോ നവീൻ. നമുക്ക് ചില സമയമൊക്കെ നവീനോട് നല്ല ദേഷ്യം തന്നെ വരും, അനിയുടെയും നന്ദുവിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും. അതിനൊക്കെ ശേഷം നമ്മുടെ നാഗേന്ദ്രനും ഡേവിഡും അബിയും എല്ലാം കൂടെ സംസാരിക്കാം അവന്തികയുണ്ട്. അപ്പം നാഗേന്ദ്രനോട് അവന്തിക പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ വിവാഹം അടുത്ത ആഴ്ച തന്നെ ഉറപ്പിച്ചിരിക്കുക മുത്തശ്ശൻ. അനി ഒത്തിരി ഒഴികഴിവുകളൊക്കെ പറഞ്ഞു, പക്ഷെ മുത്തശ്ശൻ നിർബന്ധം പറഞ്ഞിരിക്കുക, ഞാൻ പറയുന്നത് തന്നെ അനുസരിക്കണമെന്നും എന്നെ തന്നെ വിവാഹം കഴിക്കണമെന്നും ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് വരെ അനി പറഞ്ഞു, നിശ്ചയത്തിന് അനി കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഈ വീട്ടിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നീ ആ സമയത്ത് അവിടെ ഉണ്ടാവണം എന്ന് തന്നെ തീർത്ത് അനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം നാഗേന്ദ്ര പറയട്ടെ,
നമ്മളങ്ങനെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അനന്തമൂർത്തിയെ. അയാൾ നമ്മുടെ കൈകളിലാണ് കിടന്ന് കളിക്കുന്നത്. ഈ വിവാഹം നടക്കാൻ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്ക് അറിയില്ല. അയാൾക്ക് ഇപ്പോഴും കൊച്ചുമോൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. നീ ഇപ്പോഴും അയാളുടെ നല്ല കൊച്ചുമോളായിട്ട് അവിടെ നിൽക്കല്ലേ മോളെ എന്ന് ചോദിക്കുക. അപ്പം അവന്തിക പറയുന്നുണ്ട്, ശരിയാ, ഏട്ടനോട് നല്ല ദേഷ്യമാണ്, എന്നാലും എന്നെ നല്ല വിശ്വാസമാണ് എല്ലാവർക്കും. ഞാൻ എന്തായാലും വീട്ടുകാരോടും മുത്തശ്ശനോടും ഒക്കെ ഒപ്പമാണ് എന്ന് അവർ ചിന്തിക്കുന്നത്. അനിയെ ഞാൻ വിവാഹം കഴിക്കുന്നത് അനിയുടെ ജീവിതം രക്ഷപ്പെടുത്താനാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് അവരൊക്കെ ഇങ്ങനെ സമ്മതിച്ചിരിക്കുന്നതും. പക്ഷേ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് വിവാഹശേഷമല്ലേ അവരെല്ലാം അറിയാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, ശരിയാ, വിവാഹശേഷം. പക്ഷേ എടി അവന്തികെ, നീ ഒരു കാര്യം ഓർത്തോ, അനിയുടെ മനസ്സിലെ ആ നന്ദു ഉണ്ട്. അവളെ എങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ പിന്നെ നീ കല്യാണം കഴിഞ്ഞാലും നിന്റെ ജീവിതം കട്ടപ്പുകയാ. അനാമിക അനുഭവിച്ചാലപ്പുറം നീ അനുഭവിക്കുമെന്ന് പറയാം. അപ്പോഴേക്കും നാഗേന്ദ്ര പറയേ, എടാ അബി, നീ അവളെ അങ്ങനെ ശപിക്കാതെ, അവളുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ലേ, എല്ലാവരും കൂടെ ആ നിശ്ചയം അങ്ങ് നടത്തട്ടെ എന്ന് പറയാണ്. അതിനുശേഷം ചിന്തിച്ചാൽ മതിയല്ലോ നന്ദുവിൻ്റെ കാര്യം. നന്ദുവിനെ അങ്ങനെ വെറുതെ വിടാനൊന്നും നമ്മളാരും തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് നിനക്കറിയാലോ, നമുക്ക് കോടികളുടെ നഷ്ടമാണ് അവൾ ആ റെയ്ഡ് വഴി ഉണ്ടാക്കിയത്. അന്നേ ഞാൻ അവളെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനി അവളൊരു ബാധ്യതയായിട്ട് വന്നാൽ അവളെ ഭൂമിക്ക് മേലെ വച്ച് വഴിക്കുകയല്ലേ ഈ നാഗേന്ദ്ര എന്ന് പറയാണ്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമൊക്കെ ആവുക. അന്നേരം അബിയും പറയുന്നുണ്ട്, എന്തായാലും വിവാഹ നിശ്ചയം നടക്കട്ടെ എന്ന് പറയാം. അപ്പോൾ അവന്തിക പെട്ടെന്ന് പറയാം, അച്ഛാ, എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. വിവാഹ നിശ്ചയത്തിന് മുമ്പ് അച്ഛൻ വീട്ടിൽ വരണം, വിവാഹ നിശ്ചയത്തിന് അച്ഛനും ഉണ്ടാവണം എന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര പറയാം, ഞാനോ? എന്താ മോളെ നീ പറയുന്നത്? അല്ല, അച്ഛനല്ലേ പറഞ്ഞത് എൻ്റെ വിവാഹവും നിശ്ചയമൊക്കെ ആകുമ്പം അച്ഛൻ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അനന്തപുരി തിരിച്ചെത്തുമെന്നും അതിനുശേഷം അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമെന്നൊക്കെ. എന്നിട്ട് എനിക്ക് വിഷമാച്ച അച്ഛനും വേണമെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അയ്യോ മോളെ, വിവാഹ നിശ്ചയത്തിനൊന്നും അച്ഛന് വരാൻ പറ്റില്ല. ഏതായാലും ഇപ്പം ഇത് അനന്തമൂർത്തി തീരുമാനിച്ചതല്ലേ, അതാ തീരുമാനിച്ച സമയത്ത് ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അനി നിൻ്റെ കൈ വെള്ളയിൽ കിടന്ന് നിനക്ക് അമ്മാനാടാൻ പറ്റും അനിയെക്കൊണ്ട്. അതുകൊണ്ട് അതങ്ങ് നടത്തി വെക്കേ. മോള് കണ്ടോ, അച്ഛൻ തീർച്ചയായിട്ടും മോളുടെ വിവാഹത്തിന് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. ആ സമയത്ത് അനന്തപുരിക്കാരെൻ്റെ കയ്യിലായിരിക്കും. ആ അനന്തമൂർത്തി വിവാഹത്തിൽ എന്നേക്കാൾ പുറകിലേ നിൽക്കാൻ സാധ്യതയുള്ളൂ. അയാളെ ഞാൻ നിൻ്റെ വിവാഹത്തിൽ അടുപ്പിക്കുക പോലും ചെയ്യില്ല. ഈ അച്ഛനായിരിക്കും അവിടെ തലയെടുപ്പോട് കൂടി നിൽക്കാൻ പോകുന്നത്. നിൻ്റെ കൈ പിടിച്ച് അനിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഈ അച്ഛനായിരിക്കും മോളെ. അത് ഞാൻ നിനക്ക് തരുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന് എന്നെ നിർബന്ധിക്കരുത്. അറിയാമല്ലോ നമ്മുടെ സാഹചര്യം. അതുകൊണ്ട് കുറച്ചുകൂടി കളിക്കാനുണ്ട് ഈ അച്ഛന് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ ആയി വരികയാണ്. അനിക്ക് നല്ല വിഷമമുണ്ടെങ്കിലും അനിക്കൊന്നും എതിർപ്പില്ല. കാരണം നന്ദുവിനോട് ഒരു പിടങ്ങിയ മട്ടി തന്നെ അനി പോവുകയാണേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിവാഹ നിശ്ചയം അടുത്ത് വരികയാണ്. അപ്പോൾ ആദർശും നയനിയും ഒന്നും വിവാഹ നിശ്ചയത്തിന് വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പം നയനിയോട് മുത്തശ്ശൻ തന്നെ വിളിച്ച് പറയാണ്, മോളെ നീ വരണം, വിവാഹ നിശ്ചയത്തിന് വരണം എന്ന് പറയാണ് അനിയുടെ. അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, അത് മുത്തശ്ശ, ആദർശേട്ടനെ എന്താ മുത്തശ്ശൻ വിളിക്കാത്തത്? ആദർശേട്ടൻ ഇല്ലാതെ ഞാൻ എന്തിനാ വിവാഹ നിശ്ചയത്തിന് വരുന്നതെന്ന് ചോദിക്കുക. അതല്ല മോളെ, മോക്കറിയാമല്ലോ ആദർശിനെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പം നയന പറയാം, മുത്തശ്ശ, ആദർശേട്ടൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം മോളെ, അവൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാവും, അതൊക്കെ മാറിക്കോളും. തൽക്കാലം മോൾ അവിടെ സമയത്തെത്തണം, അവനെ ഞാൻ ക്ഷണിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ ആദർശനോട് നയന പറയുക, അനിയുടെ വിവാഹ നിശ്ചയത്തിന് ആദർശേട്ടനോട് ചെല്ലാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അവിടെ എത്തുന്നില്ല, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ എത്തുന്നുള്ളൂ എന്ന് പറയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അവരൊക്കെയല്ലേ തീരുമാനിച്ചത്, അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ എന്ന് പറയുമ്പോൾ നയന പറയാം, ഞാൻ അവിടെ വരെ പോയിക്കോട്ടെ ആദർശേട്ടാ, ആദർശേട്ടനെ ഇല്ലാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അനി, അവൻ എനിക്ക് സ്വന്തം അനുജൻ തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാം, തീർച്ചയായിട്ടും നീ ചെല്ലണം എന്ന് പറയുകയാണ് കേട്ടോ. അനി നിന്നെ ക്ഷണിച്ചതല്ലേ, അതുകൊണ്ട് നീ ചെല്ലണം. മുത്തശ്ശൻ എന്തെല്ലാം എന്നോട് പറഞ്ഞാലും തൽക്കാലത്തേക്കാണെന്ന് എനിക്കറിയാം മുത്തശ്ശൻ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ ആ സമയത്ത് അവിടെ ചെല്ലണം എന്ന് പറയാണ്. അങ്ങനെ നയനിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയായി ജാനകിയും ജലജയൊക്കെ നല്ല അടിപൊളിയായിട്ട് വേഷമൊക്കെ കെട്ടി നിൽക്കുകയാണ്. അതേസമയം അവന്തികയാണേലും ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുക. ആ സമയം അവന്തിക പോയിട്ട് നാഗേന്ദ്രയെ വിളിക്കുകയാണ്. നാഗേന്ദ്രയെ വിളിച്ച് അവന്തിക സംസാരിക്കുക. അവന്തിക നാഗേന്ദ്രയോട് പറയുക, അച്ഛാ,
വിവാഹ നിശ്ചയത്തിൻ്റെ സമയമായി, അതുകൊണ്ട് അച്ഛനെ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുത്തശ്ശൻ കേൾക്കാണ്. നാഗേന്ദ്രയുമായിട്ട് അവന്തികയ്ക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്ന് മുത്തശ്ശൻ വിശ്വസിച്ചിരുന്നു കേട്ടോ. എന്നാലും ചെറുതായിട്ട് മുത്തശ്ശന് നല്ല സംശയം ഉണ്ടായിരുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഈ വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ ഉടനെ തന്നെ നടത്താൻ തീരുമാനിച്ചത്. അപ്പം മുത്തശ്ശൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേൾക്കാണ് അവന്തിക നാഗേന്ദ്രയെ അച്ഛ അച്ഛ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയോ അനുഗ്രഹം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛന് എൻ്റെ വിവാഹത്തിന് 1ാം സ്ഥാനത്ത് നിൽക്കണം. ഈ അനന്തമൂർത്തി ആ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ആ സ്ഥാനത്ത് അച്ഛനായിരിക്കണം ഉണ്ടാവണ്ടേ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെയുള്ള സംഭാഷണമല്ല മുത്തശ്ശൻ കേട്ട് മുത്തശ്ശന് സത്യാവസ്ഥ ഫുൾ പിടികിട്ടുകയാണ്. അഭി മാത്രമല്ല അവന്തികയും നാഗേന്ദ്രയുടെ കൂടെ തന്നെയാണെന്നുള്ള കാര്യം പിടികിട്ടുകയാണ്. മുത്തശ്ശൻ അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തായാലും അവന്തികയുടെ കള്ളത്തരങ്ങൾ മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയവേദിയിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ അവിടെ വരികയാണ്. അപ്പോഴേക്ക് ആനി ഭയങ്കര വിഷമത്തിലൊക്കെയാണ് നിൽക്കുന്നത്, അവന്തികയും ഉണ്ട്. അതേസമയം വന്ന സമയത്ത് മുത്തശ്ശൻ നേരെ അവന്തികയോട് ചോദിക്കുകയാണ്, അവന്തികയെ അനിയെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ടല്ലോ മുത്തശ്ശ, എന്താ എന്ന് ചോദിക്കുക അവന്തിക. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നുമല്ല, നീ അനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. നീ ഇവിടുത്തെ സ്വത്തുക്കൾ കണ്ടുകൊണ്ടും അനന്തപുരിയിലെ കൊച്ചുമോനായതുകൊണ്ടും അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയിലെ MD ആയതുകൊണ്ടും അല്ലേ അനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവന്തിക്ക് പറയാം, അയ്യോ അല്ല മുത്തശ്ശ എന്ന് പറയാം. അല്ലെന്ന് നീ എന്നോടാണോ പറയുന്നത്? നിൻ്റെ അച്ഛൻ നാഗേന്ദ്രയുമായിട്ട് നിനക്ക് നല്ല ബന്ധമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അവിടെ നിൽക്കുന്നവരെല്ലാം ഞെട്ടിപ്പോവാണ്. അവന്തിക ഫുൾ അഭിനയമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മുത്തശ്ശൻ അവിടെ വെച്ച് വെളിവാക്കി കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്